ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ തേനിയിലെ ഈ നാടൻ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ റോട്ടിൽ കൂടെ പോകാൻ തന്നെ ഭയങ്കര ഒരു രസം. കമ്പത്തുനിന്ന് മുന്തിരിത്തോട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോ നേരെ പോണത് വാഗമണിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറുണ്ട് അവിടെ എത്താൻ. അതായത് 67 കിലോമീറ്ററോളം വരും. ഈ 2 മണിക്കൂർ കാറിലിരുന്നിട്ടുള്ള യാത്ര ഒട്ടും ബോറിംഗ് അല്ലാട്ടാ. കാരണം അത്ര രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇവിടുന്ന് ഞങ്ങള് വാഗമൺ എത്താറായപ്പോ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇടക്കിടക്ക് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. തേനിയിൽ നമ്മൾ കാണുന്നത് നല്ല നാടൻ ഗ്രാമീണ കാഴ്ചകളൊക്കെ ആണെങ്കിൽ ഇവിടെ വാഗമൺ എത്താറാകുമ്പോഴേക്കും ടീ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ. ഇതാ തേനി വാഗമൺ റൂട്ടിൽ നല്ല കുറച്ച് ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയതാണ്. മഴ ഇങ്ങനെ പെയ്തു മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റിയില്ല. സമയം ഇപ്പോൾ ഉച്ചക്ക് 1:30 ആയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വാഗമണിലേക്കുള്ള ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ലൊരു വ്യൂ പോയിന്റിൽ നിർത്തി ലഞ്ച് കഴിക്കുന്നവരെ കുറച്ചു നേരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പായസം കുടിച്ചു. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കോടയുണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു വ്യൂ പോയിന്റിൽ നിന്ന് നല്ല ചൂട് പായസം കുടിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. ഇനി അടുത്തത് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ വാഗമൺ എത്തണം. അവിടെ എത്തി നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചപ്പോഴേക്കും സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലും കഴിക്കാൻ തോന്നുന്നത് നല്ല നാടൻ ഭക്ഷണങ്ങളായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചക്ക് നമ്മുടെ സാധാ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ചോറും കറികളൊക്കെ ആയിരുന്നു.